ഹായ് ഹലോ സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജുമാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് തരാം കേട്ടോ. പിന്നെ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അതിലേക്ക് സെൻഡ് ചെയ്ത് തരാൻ മറക്കണ്ട. ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വേസ്റ്റ് കവറാണ്. നമ്മൾ പ്ലാസ്റ്റിക് കവറില്ലേ, വൈറ്റ് കളറാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ സൈഡ് പാർട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ആവശ്യമില്ലാത്ത പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വിടർത്തിയെടുക്കുക. ഇനി ആ ജോയിൻ ആയിരിക്കുന്ന രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് ഇതേപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ വെറുതെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് മടക്കിയെടുത്താൽ മതി. നമ്മൾ പേപ്പറൊക്കെ മടക്കുന്നത് പോലെ തന്നെ ഒന്ന് ടൈറ്റായിട്ട് പിടിച്ചോളൂ കേട്ടോ, ലൂസായി പോവാതെ. എന്നിട്ട് നമുക്കിത് സൈഡ് വഴി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നീളത്തിലുള്ള ഓരോരോ സ്ട്രിപ്പായിട്ട് കിട്ടുമല്ലോ. രണ്ട് സൈഡും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുറേ പീസസ് കിട്ടിയിട്ടുണ്ടല്ലേ നീളത്തിൽ. ഇത്രയും മതിയാവും ഇതിൻ്റെ സൈസ്. അപ്പോൾ നിങ്ങൾ മടക്കുമ്പോൾ ഇതുപോലെ തന്നെ ഈ സൈസ് തന്നെ ചെയ്തെടുക്കുക. ഇനി ഇത് ചെറിയ ഓരോ സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. സ്ക്വയറായിട്ട് കട്ട് ചെയ്താൽ എളുപ്പമാണ്, കാരണം ചെറിയ സൈസല്ലേ ഉള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ മടക്കി എടുത്തിട്ടാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറേ സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ മുഴുവൻ പീസസും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ട അടുത്ത ഐറ്റം കോട്ടൺ ആണ്. ഈ കോട്ടൺ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് കുഞ്ഞ് ബോളാക്കി എടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നൊരു പീസ് എടുക്കുക, അതിനകത്ത് ഈ കോട്ടൺ ബോൾ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ കോട്ടൺ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പേപ്പർ ചെറിയ ബോളാക്കി എടുത്താൽ മതി. ഇല്ലെങ്കിൽ പഴയ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണെങ്കിലും ചെറിയ ബോളാക്കി എടുത്താൽ മതി. പിന്നെ കോട്ടൺ വെച്ചിട്ട് ചെയ്യാനാണ് എളുപ്പം. നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ഞെക്കി പിടിച്ചാലൊക്കെ അങ്ങനെ ഇരിക്കുമല്ലോ. ഇനി ഒരു നൂലെടുക്കുക. ഈ താഴത്തെ പോർഷൻ ഒന്ന് ചുറ്റിക്കെട്ടി കൊടുക്കുക. ഈ നൂല് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് കെട്ടിക്കൊടുക്കാൻ്റെ മെത്തേഡുണ്ട്. നമ്മുടെ ആ ഫസ്റ്റ് 3 വിരലും കൊണ്ട് ത്രെഡ് ഇങ്ങനെ പിടിക്കുക. ഈ 3 വിരലും വെച്ചിട്ട് ത്രെഡ് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ പൂമൊട്ട് ആദ്യത്തെ 2 വിരലിൻ്റെയും ഇടയ്ക്കുള്ള ആ പോർഷനിൽ കൂടി അകത്തൂടെ കയറ്റി ഇറക്കുക. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കെട്ടിയിടാനായിട്ട് ഒരു മെത്തേഡ്. ഇതല്ലെങ്കിൽ നമ്മൾ സാധാരണ കെട്ടിയിടുന്ന പോലെ ചെയ്യുക കേട്ടോ. പിന്നെ ഇങ്ങനെ പഠിച്ചെടുത്തിടാൻ എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൂമൊട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇരിക്കും, ചെറുതല്ലേ. ഇനി ഞാൻ ഒരു ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ താഴത്തെ പോർഷൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് ടേപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടും. പിന്നെ ഈ ഗ്രീൻ കളർ പോർഷൻ ഒരുപാട് നീളം വേണ്ട കേട്ടോ. പകുതി ഞാൻ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തും TV കാണുന്ന സമയത്തും ഒക്കെ വേണ്ടത് ഉണ്ടാക്കി വെക്കാൻ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരുമിച്ചാകുമ്പോൾ നമുക്ക് കുറേ ആവുമല്ലോ. ഒരു ബഞ്ച് ഓഫ് ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത്. ഞാൻ കുറേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ മാത്രമേ ആ നൂല് കെട്ടി കൊടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കോട്ടൺ ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് നല്ലതുപോലെ കവർ ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഡയറക്റ്റ് തന്നെ ഈ ഫ്ലോറൽ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഫ്ലോറൽ ടേപ്പ് കയ്യിലുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അത് എളുപ്പം. അതില്ലെങ്കിൽ നിങ്ങൾ നൂല് വെച്ചിട്ട് കെട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതി. ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചാൽ ഗ്രീൻ കളറായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ ഒരു സൂചി നൂല് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ മുട്ടെല്ലാം ഒന്ന് കോർത്തെടുക്കാം. ഇത് എളുപ്പമാണ് പരിപാടി കേട്ടോ. പക്ഷേ എൻ്റെ ഈ ഫ്ലോറൽ ടേപ്പ് കുറച്ച് കട്ടിയുള്ളതായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇത്ര നന്നായിട്ട് കുത്തിക്കയറ്റേണ്ടി വന്നു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗ്രീൻ കളർ പോർഷൻ്റെ മുകളിൽ ആ ഫ്ലോറൽ ടേപ്പ് ഇല്ലാത്ത സ്ഥലത്തു കൂടി വൈറ്റിലൂടെ കുത്തിയെടുത്തു കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് കയറ്റിവിടാൻ പറ്റി. ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് വല്ലതും തോന്നിയോ? ഞാനിത് മുല്ലപ്പൂവാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മുടെ മുല്ലമുട്ട് കെട്ടുന്നത് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ആരും പോകരുത്, ഞാനിത് മുടിയിലൊക്കെ വെച്ച് കാണിക്കാം. അപ്പം നല്ല ഫീലൊക്കെ കിട്ടും. ശരിക്കും മുല്ലപ്പൂവിൻ്റെ ഒരു എഫക്റ്റ് തന്നെ കിട്ടും നമുക്ക്. ഞാൻ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെല്ലാം ഈ മുട്ടയെല്ലാം ഒരേ സൈഡിലേക്ക് വരുന്നത് പോലെ തന്നെ കോർത്തെടുക്കാം. എന്നിട്ട് നമ്മുടെ മുല്ലപ്പൂ ഇങ്ങനെ തലയിൽ വെക്കുകയാണെങ്കിൽ ആ താഴത്തെ പോർഷൻ ഇങ്ങനെ അകത്തേക്ക് പോവല്ലേ, അത് കാണുകയല്ലോ. അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. മുല്ലപ്പൂവൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഞാനിവിടെ പൂവൊന്നും കിട്ടാത്തപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ നല്ല എളുപ്പമാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതേപോലെ മുട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുക. കുറേ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാണ്ട് കുറേ ദിവസം ആയി കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് കോർത്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ തന്നെ മുല്ലപ്പൂവൊക്കെ മുടിയിൽ ചൂടിക്കഴിഞ്ഞു.
ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴൊക്കെ ഒരു ചാൻസ് കിട്ടും അപ്പോഴൊക്കെ ഞാൻ മുല്ലപ്പൂ വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരാം കേട്ടോ. അപ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ ഓപ്ഷൻ കൂടി കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ സിമ്പിളായിട്ട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ പൂവൊക്കെ കുത്തിയിട്ട് പിക്ചേഴ്സൊക്കെ സെൻഡ് ചെയ്ത് തരാൻ മറക്കരുത്. നമുക്കിനി വീണ്ടും കാണാം. ബൈ, സീ യു, താങ്ക് യു.